കരിമണൽ കേസിൽ അഡ്വക്കേറ്റ് ജനറലിന് വീഴ്ച പറ്റിയോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ. വിഷയത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം എ.ജിക്കെതിരെ ടി.എൻ. പ്രതാപൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. കേസ് നടത്തിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ടി.എൻ. പ്രതാപൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ അടിയന്തരമായ അപ്പീൽ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. കരിമണൽ കേസ് നടത്തിപ്പിൽ എ.ജി വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് ഇക്കാര്യം പരിശോധിക്കുമെന്ന് വി.എം. സുധീരൻ വ്യക്തമാക്കിയത്. വിഷയത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കും. ആലപ്പുഴയിൽ കരിമണൽ ഖനനം പാടില്ലെന്നതാണ് യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും നിലപാട്. കൊല്ലം ജില്ലയിൽ പൊതുമേഖലയിൽ ഖനനം തുടരാമെന്നും വി.എം. സുധീരൻ ആലപ്പുഴയിൽ പറഞ്ഞു. അവിടെ ചില പോരായ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിലൊന്നും തർക്കമില്ല. അപ്പം അത് പരിശോധിക്കുകയും ഈ കാര്യത്തിൽ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെയ്യേണ്ടത് ആ കാര്യം സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നിയമപരമായ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട്. അതേസമയം കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് എ.ജിക്കെതിരെ ടി.എൻ. പ്രതാപൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കേസ് നടത്തിപ്പിലെ വീഴ്ച സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് സമഗ്രാന്വേഷണം വേണമെന്നും പ്രതാപൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ അടിയന്തരമായി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. നിലവിൽ അഭിഭാഷകർക്കെതിരെ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ പുതിയ അഭിഭാഷകരെ നിയോഗിക്കണം. കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാൻ അവസരമുണ്ടാകാത്ത വിധം നിയമപോരാട്ടം നടത്തണമെന്നും വി.എസ്. പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ, തിരുവനന്തപുരം.